ഏകാന്തതയും ഒറ്റപ്പെടലും ജീവിതത്തിലെ ഏറ്റവും വലിയ അതിജീവന മാതൃകകളാണ്. ദുരന്തങ്ങൾ മാത്രമല്ല, പോരാട്ടങ്ങളും ചരിത്രത്തിന്റെ ഭാഗമാണ്. 27 വർഷങ്ങൾ റോബൻ ദ്വീപിലെ ഏകാന്ത തടവുകാരനായിരുന്ന നെൽസൺ മണ്ടേലയുടെ കഥ തന്നെയാണ് ഉദാഹരണം. 1964 ജൂൺ മാസം 12-ാം തീയതി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടാണ് മണ്ടേല റോബൻ ദ്വീപിൽ എത്തുന്നത്. 8 അടി നീളവും 7 അടി വീതിയുമുള്ള ഒരു ചെറിയ സെല്ലിൽ അദ്ദേഹം കഴിഞ്ഞുകൂടി. സ്വാതന്ത്ര്യദാഹം ഒരിറ്റുപോലും ചോർന്നു പോകാതെ അദ്ദേഹം അവിടെ തുടർന്നു. ഇതിനിടയിൽ വിദൂര വിദ്യാഭ്യാസം വഴി നിയമബിരുദം നേടാൻ മണ്ടേലയ്ക്ക് കഴിഞ്ഞു. 1990-ൽ ജയിൽ മോചിതനാകും വരെ അദ്ദേഹം തന്റെ പോരാട്ടം തുടർന്നുകൊണ്ടിരുന്നു. സമാധാനത്തിനും വർണ്ണ വിവേചനത്തിനുമെതിരെയുള്ള ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നായിരുന്നു മണ്ടേലയുടെ ജീവിതം. അതും കടുത്ത ഏകാന്തതയും പീഡനങ്ങളും നിർമ്മിച്ച പരിസ്ഥിതിയിൽ നിന്നും ലോകത്തെ പ്രചോദിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 1990-ൽ അദ്ദേഹം ജയിൽ മോചിതനാകുമ്പോൾ മലയാളത്തിൽ വന്ന ഒരു പ്രമുഖ പത്രത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: അടിമത്തത്തിന്റെ നോവ് പേറുന്ന കറുത്തവന്റെ മണ്ണിൽ സ്വപ്ന സാഫല്യത്തിന്റെ സൂര്യോദയം, പീഡനങ്ങളുടെ രാവ് പിളർന്ന് പ്രത്യാശയുടെ പ്രകാശവുമായി നെൽസൺ മണ്ടേല.